നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വിനോദസഞ്ചാര മേഖലയിൽ ലോകഭൂപടത്തിൽ കേരളത്തിന് സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അത്യധികം ആകർഷകവും മനോഹരവും വൃത്തിയുള്ളതുമാക്കി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തെ മാതൃകാപരമായ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പരിപാടിയാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ. സംസ്ഥാനത്തെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി കേരള വന ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള നിലമ്പൂരിലെ പ്രശസ്തമായ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചു. ശലഭോദ്യാനം, ഔഷധ ഉദ്യാനം, പച്ചത്തുരുത്ത്, കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കി ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെയാണ് തേക്ക് മ്യൂസിയം ഗ്രീൻ ഡെസ്റ്റിനേഷനാക്കിയത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോട് പൊതുജനങ്ങൾക്കുള്ള സഹകരണത്തോടെയും പിന്തുണയോടെയുമാണ് നേട്ടം കൈവരിക്കാനായതെന്ന് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാട്ടുമ്മൽ സലീം നല്ല വാർത്തയോട്. ഏഷ്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയമാണ് നിലമ്പൂരിലുള്ളത്. ഏകദേശം 1000-ൽ പരം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് തേക്ക് മ്യൂസിയം. ആ തേക്ക് മ്യൂസിയമാണ് ഈ കഴിഞ്ഞ 27-ാം തീയതി ഹരിത ടൂറിസം സ്പോട്ടായി ബഹുമാന്യനായ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രഖ്യാപിച്ചത്. 100% ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ഗസ്റ്റുകൾക്ക് അവിടെ കടക്കാനും മറ്റുള്ള കാര്യങ്ങൾ അനുവാദമുള്ളൂ. അവരുപയോഗിക്കുന്ന പാത്രങ്ങളും അതുപോലെ ഗ്ലാസുകളും ഒക്കെ തന്നെ ഇതിനു മുമ്പ് ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇനി മുതൽ ഈ പറയുന്ന സ്പോട്ടിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകാനോ അത്തരത്തിലുള്ള ഒരു സംഗതികളും അവിടെ അനുവദനീയമല്ല. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ സ്കൂളുകളും ഹരിത സ്കൂളുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ മക്കളിൽ നിന്ന് വേണം നമുക്ക് ഈ നാടിനെ മാലിന്യമുക്തമാക്കാനും കേരളത്തെ സൗന്ദര്യവതിയായി നിലനിർത്താൻ. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി. 77 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകളിൽ നിന്നും അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു വരികയും ജൈവ പാഴ്വസ്തു ശേഖരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി 2200 രൂപ വരെയുള്ള ബയോബിൻ ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാൻ മറ്റുള്ളവർ കൂടി സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് മാലിന്യമുക്ത കേരളം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കേരളം മൊത്തം ഏറ്റെടുത്ത മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആളുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ജനങ്ങൾ ഏറ്റെടുത്ത മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ മറ്റു സംസ്ഥാനങ്ങൾക്കും ഉത്തമ മാതൃകയാണ്. പോയിന്റ് നിമോ എന്താണെന്നറിയാമോ ശ്രോതാക്കൾക്ക്? ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണിത്. കരയിൽ നിന്നും ഏറ്റവും വിദൂരമായ സ്ഥലം. ഭൂമിശാസ്ത്രപരമായി എത്തപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖലയാണ് പോയിന്റ് നിമോ. നിമോ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ആരുമില്ല എന്നാണ്. പോയിന്റ് നിമോയ്ക്ക് ഏറ്റവും അടുത്തുള്ളത് ഈസ്റ്റർ ദ്വീപാണ്. അതും 2500-ലേറെ കിലോമീറ്റർ അകലെയാണ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ ഈ പോയിന്റിൽ ജൈവ സാന്നിധ്യമില്ല. ബഹിരാകാശ പേടകങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയാണ് എത്തിച്ചേരുന്നത് എന്ന് പറയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഈ സ്ഥലം താണ്ടിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയിലെ ധീരരായ 2 വനിതാ ഉദ്യോഗസ്ഥർ. കോഴിക്കോട് സ്വദേശിനിയായ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, പോണ്ടിച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപ എന്നിവരാണ് ആ ധീര വനിതകൾ. INSV തരിണിയിലാണ് പ്രതികൂല കാലാവസ്ഥയെയും കടൽത്തിരകളെയും നേരിട്ടുകൊണ്ട് അവർ ഈ നേട്ടം കൈവരിച്ചത്. നാവികസാഗർ പരിക്രമ 2-ന്റെ ഭാഗമായാണ് ഇവരുടെ യാത്ര ആരംഭിച്ചത്. 240 ദിവസം കൊണ്ട് 23,000 നോട്ടിക്കൽ മൈലുകൾ താണ്ടി 3 മഹാമുനമ്പുകളിലൂടെ ഭൂമിയെ ചുറ്റിവരിക എന്നതാണ് ഉദ്ദേശം. 3 വർഷത്തെ കഠിന പരിശീലനത്തിന് ശേഷം 2024 ഒക്ടോബർ 2-നാണ് ഇരുവരും യാത്ര ആരംഭിച്ചത്. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയുടെ അച്ഛൻ കരസേനയിലും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയുടെ അച്ഛൻ വ്യോമസേനയിലും സേവനമനുഷ്ഠിച്ചവരാണ്. അസാമാന്യ കഴിവും ശാരീരിക ക്ഷമതയും മാനസിക തയ്യാറെടുപ്പും ആവശ്യമുള്ള ഈ സമുദ്ര പര്യടനം നമ്മുടെ 2 വനിതകൾ സധൈര്യം തുടർന്നു വരികയാണ്. ഏതു സാഹസിക പ്രവൃത്തിയും ദൃഢനിശ്ചയത്തോടെ ആവിഷ്കരിച്ച് സാക്ഷാത്കരിച്ച് അതിനെ പിന്തുടർന്ന് പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ് എന്നതിന് ഉദാഹരണമാണ് നമുക്ക് അഭിമാനമായ ഈ വനിതകളുടെ നേട്ടം.
മിക്ക കുറ്റാന്വേഷണ സിനിമകളിലും നായകസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത് പുരുഷന്മാരാണ്, തെളിവ് കണ്ടെത്തുന്നതും കുറ്റം തെളിയിക്കുന്നതും ഒക്കെ. എന്നാൽ ഈ രംഗത്ത് മിടുമിടുക്കികളായ വനിതകളുമുണ്ട് എന്ന കാര്യം ആരെങ്കിലും ഓർത്തിട്ടുണ്ടാകുമോ എന്തോ. പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ ഫോറൻസിക് ശാസ്ത്രജ്ഞയെക്കുറിച്ചാണ്, രുക്മിണി കൃഷ്ണമൂർത്തി എന്ന ഫോറൻസിക് വിദഗ്ധയെക്കുറിച്ച്. 1974 മുംബൈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർക്ക് ഇവരുടെ കഴിവിനെക്കുറിച്ച് സംശയമായിരുന്നു. ഫോറൻസിക് രംഗത്ത് ഒരു വനിതയെക്കൊണ്ട് എന്ത് സാധിക്കും എന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ തന്റെ പ്രവർത്തനങ്ങളിലൂടെ അതിന് അവർ മറുപടി കൊടുത്തു. തടസ്സങ്ങൾ മറികടന്ന് നിഗൂഢതകൾ പുറത്തു കൊണ്ടുവന്ന് പലതും മാറ്റിമറിക്കാൻ സാധിച്ചു. 1993 മുംബൈയിൽ 12 ബോംബ് സ്ഫോടനങ്ങൾ നടന്ന ബ്ലാക്ക് ഫ്രൈഡേ, ആ സ്ഫോടന പരമ്പരകളുടെ ചുരുളഴിയാൻ സഹായകമായത് ശ്രീമതി രുക്മിണി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളാണ്. 3 മാസം വിശ്രമമില്ലാതെ രുക്മിണിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ കണ്ടെത്തലുകൾ ഇന്റർപോൾ ഉൾപ്പെടെ ലോകമാകെയുള്ള ഫോറൻസിക് വിദഗ്ധരുടെ പ്രശംസ നേടി. രാജ്യത്തെ നിരവധി കേസുകളുടെ അന്വേഷണത്തിൽ ഇവരുടെ കണ്ടെത്തലുകൾ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിരവധി ഫോറൻസിക് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാനും ഇവർക്ക് സാധിച്ചു. നിലവിൽ മുംബൈയിലെ സ്വകാര്യ കമ്പനിയിൽ CEO ആണ് 74-കാരിയായ രുക്മിണി. ഭാവിയിൽ എന്ത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് ഇനിയും തീരുമാനിക്കാത്ത പുതുതലമുറയ്ക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാണ്. ധൈര്യമായി കടന്നു ചെല്ലാനും കുറ്റാന്വേഷണ രംഗത്ത് അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനുമുള്ള അവസരം കൂടിയാണ്. 7-ാം വയസ്സിൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടതാണ് മുക്താബെൻ ദഗ്ലി എന്ന ഗുജറാത്ത് സ്വദേശിനിയായ വനിതയ്ക്ക്. സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ തനിക്ക് വിദ്യാഭ്യാസമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അച്ഛനമ്മമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. 14-ാം വയസ്സിൽ കാഴ്ച പരിമിതയായ കൂട്ടുകാരിക്ക് നേരിട്ട ദുരനുഭവത്തെ തുടർന്ന് വീട്ടുകാരും സമൂഹവും ഉപേക്ഷിച്ച കാഴ്ച പരിമിതരായ പെൺകുട്ടികൾക്ക് ആശ്രയമാകാൻ മുക്താബെൻ തീരുമാനിച്ചു. മുക്താബെന്നിന് മികച്ച പിന്തുണ നൽകുന്ന ജീവിത പങ്കാളിയെയാണ് ലഭിച്ചത്. അദ്ദേഹവുമായി ചേർന്ന് 1995 കാഴ്ച പരിമിതരായ പെൺകുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിച്ചു. ഒറ്റമുറി ഫ്ളാറ്റിൽ ആരംഭിച്ച അധ്യയനം 13 വർഷം കൊണ്ട് സ്കൂളുകൾ, സംഗീത ലാബ്, ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നിവ ഉൾപ്പെടുന്ന 5 ഏക്കർ ക്യാമ്പസിലേക്ക് വളർന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം പാചകം, തയ്യൽ തുടങ്ങി ഭയമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഉപാധികളും ഇവിടെ അവർക്ക് പകർന്നു നൽകുന്നു. 20 വർഷത്തിലേറെയായി ഗുജറാത്തിൽ കാഴ്ച പരിമിതരായ 200ഓളം പെൺകുട്ടികളെ ശക്തിപ്പെടുത്താനായി ജീവിതം മാറ്റിവെച്ച മുക്താബെൻ ദഗ്ലിയെ രാജ്യം 2019 പത്മശ്രീ നൽകി ആദരിച്ചു. നാരീശക്തി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതയായ തന്റെ ജീവിതം ഒരു നിയോഗമാക്കി മാറ്റി ഒട്ടനവധി പെൺകുട്ടികളുടെ താങ്ങും തണലും പ്രതീക്ഷയുമായി മാറാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മുക്താബെൻ. താൻ കാരണം ജീവിതം രക്ഷപ്പെട്ടവരുടെ സന്തോഷത്തേക്കാൾ വലുതല്ല മറ്റൊരു നേട്ടവും എന്നാണ് ഈ 62-കാരിക്ക് പറയാനുള്ളത്. ഏതു പരിമിതിയും അവസരമാക്കി മാറ്റി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന സന്ദേശമാണ് മുക്താബെന്നിന്റെ ജീവിതം നമുക്ക് പകർന്നു തരുന്നത്. കരുണയുടെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല വാർത്തയിലൂടെ കേട്ടിട്ടുണ്ട്. അത്തരമൊരു വ്യത്യസ്തനായ മനുഷ്യനെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. ഉപേക്ഷിക്കപ്പെട്ട മൃഗങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എറണാകുളം പെരുമ്പാവൂർ സ്വദേശി ഡോക്ടർ KR സോമശേഖരൻ. ആർമിയിൽ നിന്നും വിരമിച്ച 73-കാരനായ ഇദ്ദേഹം 15 വർഷമായി ഈ ദൗത്യം ആരംഭിച്ചിട്ട്. രോഗം വന്നും വാഹനമിടിച്ചും പ്രായാധിക്യം കൊണ്ടും ഉപേക്ഷിക്കപ്പെട്ട മൃഗങ്ങളെയാണ് എടുത്തു പരിപാലിച്ചു വളർത്തുന്നത്. നായ്ക്കൾ, പൂച്ചകൾ, പശുക്കൾ, കാളകൾ, ആടുകൾ, അങ്ങനെ നീണ്ടുപോകുന്നു അവയുടെ പട്ടിക. നായ്ക്കൾ മാത്രം 200ഓളം എണ്ണമുണ്ട്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. മൃഗങ്ങളുടെ പരിപാലനത്തിനായി പ്രത്യേകം ജോലിക്കാർ, പ്രത്യേക അടുക്കള, പ്രത്യേക ബജറ്റ് എന്നിവയുമുണ്ട്. മൃഗങ്ങൾക്കായി ഒരു ഷെൽട്ടർ ഹോം വേണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം. അത്തരമൊരു മനസ്സിനുടമയാണ് ഡോക്ടർ സോമശേഖരൻ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.